വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഫ്രഷൊക്കെ ആയി വന്നിട്ട് 2 മുട്ട എടുത്തിട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ഗോതമ്പ് പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് എന്തായാലും ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് മാത്രമുള്ള കുറച്ച് ഗോതമ്പ് പൊടി മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. ഒരു 2-3 ദോശക്കുള്ള പൊടിയേ എടുത്തിട്ടുള്ളൂ. കാരണം ഇവിടെ അമ്മ ഓൾറെഡി രാവിലെ തന്നെ മറ്റേ നമുക്ക് റേഷൻ കടയിൽ നിന്ന് റാഗിപ്പൊടി കിട്ടുമല്ലോ, അത് വെച്ചിട്ട് അമ്മ കൊഴുക്കട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ അത് കഴിച്ചു. അപ്പം ഇത് എനിക്ക് മാത്രമുള്ളതാണ്. ഇവർക്ക് ആർക്കും ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത് വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് റാഗിപ്പൊടി എനിക്ക് ഒട്ടും കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഇവന്തോ അത് ഭയങ്കര നല്ലതാണ്, ഹെൽത്തി ആണെന്നൊക്കെ അറിയാമെങ്കിലും അത് കഴിച്ചു ചേർക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് മാവൊക്കെ കലക്കിയിട്ട് അതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഒരു 2-3 ദോശക്കുള്ളതാണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടക്കറിയും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു പ്രാവശ്യം റാഗി ദോശ ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. റാഗിയും അരിപ്പൊടിയും മിക്സ് ചെയ്തിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റാന്നൊക്കെ ആരൊക്കെയോ ഏതൊക്കെയോ വീഡിയോയിൽ പറയുന്നത് ഞാൻ കണ്ടു കേട്ടോ. അപ്പം തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പം അബദ്ധവശാൽ എനിക്കങ്ങ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിൻ്റെ കുഴപ്പമില്ലല്ലോ, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മുട്ടക്കറി വെക്കാനുള്ള സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുട്ടക്കറിയല്ല കേട്ടോ, റോസ്റ്റായിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു മുട്ടേൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ 2 മുട്ട ഒരു ഗുമ്മിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു മുട്ടയാണെങ്കിൽ പുഴുങ്ങിയ സമയത്ത് മൊത്തം ഇങ്ങനെ വയറൊക്കെ പൊട്ടി കുടലും പണ്ടൊക്കെ പുറത്ത് ചാടി വന്നു കേട്ടോ. അങ്ങനെ സാധാരണ ഞാൻ പുഴുങ്ങുന്ന സമയത്ത് അങ്ങനെ മുട്ട പൊട്ടുന്നതല്ലായിരുന്നു. പക്ഷേ ഇത് എന്ത് പറ്റിയെന്ന് അറിയില്ല, ഒരെണ്ണം മുഴുവൻ അങ്ങനെ പൊട്ടിപ്പോയി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എന്തായാലും നമുക്ക് കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു തക്കാളിയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും അരിഞ്ഞ് അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഞാനിങ്ങനെ കീറിയിടുവാണ് കേട്ടോ ചെയ്തത്. അതിനുശേഷം ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് സവാളയൊക്കെ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. എനിക്ക് കുക്കിങ്ങിലുണ്ടല്ലോ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ സവാളയൊക്കെ വഴറ്റി എല്ലാം റെഡിയാക്കി എടുക്കാൻ കുറേ സമയം വേണ്ട. എനിക്ക് അതിനുള്ള ക്ഷമയൊന്നുമില്ല. ഇങ്ങനെ ചടപടേ നമ്മുടെ ചൈനീസ് ഫുഡ് പോലെ എല്ലാം ഇങ്ങനെ പെട്ടെന്ന് റെഡി ആവണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ പുഴുങ്ങിയ സമയത്ത് ഒരു മുട്ട പൊട്ടി പോയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ട് പിന്നെ ഞാൻ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ 2 ദോശ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ബാക്കി മുട്ട അവിടെ ഇരിക്കുന്നുണ്ട്. അത് അമ്മ ആരെങ്കിലും എടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു മുട്ട കൂടുതലൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. പിന്നെ മുട്ടേൻ്റെ ഉണ്ണിയും കഴിക്കില്ല, വെള്ളം മാത്രമാണ് കഴിക്കുള്ളൂ. മുട്ടേൻ്റെ ഉണ്ണി എൻ്റെ പൂച്ചക്കുട്ടന്മാർക്കുള്ളതാണ്. നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ണി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. വേറെ ആരും അങ്ങനെ കഴിക്കില്ല, പക്ഷേ കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഞാൻ ആ ഉണ്ണിയൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നതൊക്കെ നേരെ കഴുകി വെക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര പാത്രമായിരിക്കില്ലേ കഴുകാനുള്ളത്, അതാണ് ഒരു കാര്യം. അപ്പോൾ ഞാൻ മാക്സിമം പാത്രങ്ങൾ കുറച്ചെടുക്കാനായിട്ട് നോക്കുകയുള്ളൂ കേട്ടോ. കാരണം എല്ലാം കൂടി വലിച്ചു വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ അവസാനം ഇതെല്ലാം കൂടി കഴുകി വൃത്തിയാക്കി വെക്കേണ്ടത് നമ്മൾ തന്നെയാണല്ലോ. അതുകൊണ്ട് മാക്സിമം കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ട് കുക്ക് ചെയ്യാനാണ് നോക്കുകയുള്ളൂ. പിന്നെ ഞാൻ പൊതുവേ ചെയ്യുവാണെങ്കിലും ഓരോ പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് അപ്പോൾ തന്നെ കഴുകി വെക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് അങ്ങനെ കഴുകി വെക്കാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ടൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ പാത്രങ്ങൾ നിരന്ന് കിടക്കുന്നത് കാണുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കലി. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, അങ്ങനെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു തലവേദന വരും. അതുകൊണ്ട് മാക്സിമം ഞാൻ അങ്ങനെ നിരത്തിയിടാതെ എല്ലാം അടുക്കി ഒതുക്കി അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ. പിന്നെ മനുഷ്യരല്ലേ, ചില സമയത്ത് നമുക്ക് ഓരോ മൂഡ് പോലെ ഇരിക്കും. ചില സമയത്ത് അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ വേഗം പോയിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. കാരണം എൻ്റെ ബോഡി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും കേട്ടോ. കൈയും കാലും മുഖമൊക്കെ ഇങ്ങനെ ആകെ മൊത്തം ഡ്രൈ ആയിട്ട് വറ്റി വരണ്ടിരിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് നോക്കും കേട്ടോ. ഞാനിങ്ങനെ എണ്ണി ഓരോ ഗ്ലാസ്സും എണ്ണിയാണ് കുടിക്കുന്നത്. ബോട്ടിലാണെങ്കിലും ഇങ്ങനെ എത്ര ബോട്ടിൽ കുടിച്ചു എന്ന് നോക്കി അങ്ങനെ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കാനായിട്ട് നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചില്ല, അടിച്ച് വാരി എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ഇവിടെയൊക്കെ മാറാലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടുകയാണ്.
കണ്ടില്ലേ ഇവിടെയൊക്കെ ഇപ്പം തന്നെ ഭയങ്കര വെയിലായിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുറ്റത്തൊന്നും നിന്നിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. രാവിലത്തെ വെയിലാണെങ്കിലും നല്ല ചൂടാണ് കേട്ടോ, അങ്ങനെ പൊള്ളി പോവുകയാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് മുറ്റം കൂടി അടിച്ച് വരാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നല്ല കാറ്റ്. ഇത്രയും നേരം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നോക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കര കാറ്റ്. അപ്പോൾ പിന്നെ ഈ കാറ്റത്ത് അടിച്ച് വാരിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും അടിച്ച് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ കാലാവസ്ഥ ഇങ്ങനെ ഈ കാറ്റും രാവിലെ തണുപ്പും പകൽ മുഴുവൻ ചൂടൊക്കെ ആയതുകൊണ്ട് സ്കിന്നൊക്കെ ആണെങ്കിലും ഭയങ്കര ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു വലിച്ചിൽ പോലെയൊക്കെയാണ്. അപ്പം ഞാൻ ആദ്യം പോയിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ട് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാമാ എർത്തിൻ്റെ ഈ ഒരു ബീട്രൂട്ട് ജെൻറ്റിൽ ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതിനകത്ത് ബീട്രൂട്ട് ആൻഡ് ഹൈലറോണിക് ആസിഡാണ് ഉള്ളത്. ഇങ്ങനെ ഒരു ലൈറ്റ് പിങ്ക് കളറിലാണ് കേട്ടോ വരുന്നത്. ഭയങ്കര ജെൻറ്റിലായിട്ടുള്ള നല്ലൊരു ഫേസ് വാഷാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ട് മാമാ എർത്തിൻ്റെ ഈ ഒരു ബീട്രൂട്ട് ഹൈഡ്രാഫുൾ മോയ്സ്ചറൈസർ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ബീട്രൂട്ട് ആൻഡ് ഹൈലറോണിക് ആസിഡാണ് ഉള്ളത്. നമുക്ക് സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ഹൈഡ്രേഷൻ തരാനും ഒരു നാച്ചുറൽ പിങ്ക് ഗ്ലോ തരാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ജെൽ ടെക്സ്ചറാണ്. പിന്നെ ബീട്രൂട്ട് ആൻഡ് ഹൈലറോണിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഹൈഡ്രേഷൻ തരാനും സ്കിൻ കുറച്ചുകൂടി ഹെൽത്തി ആൻഡ് സപ്പിളാക്കി വെക്കാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്, പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്. പിന്നെ ഓരോ തവണ നമ്മൾ ഇവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോഴും അതിന് പകരമായിട്ട് ഇവരോരോ മരം നട്ടുപിടിപ്പിക്കും കേട്ടോ. അങ്ങനെ 2025 ആകുമ്പോഴത്തേനും 1 മില്യൺ ട്രീസ് പ്ലാന്റ് ചെയ്യണം എന്നാണ് ഇവരുടെ ഒരു പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് കേട്ടോ. പിന്നെ മാമാ എർത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും വന്നിട്ട് ഇപ്പം ഓഫ്ലൈനായിട്ടും അടുത്തുള്ള നിയർ ബൈ സ്റ്റോർസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ മാമാ എർത്തിൻ്റെ സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ സാധനങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 20% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് സപ്പിളായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് തുണിയൊക്കെ അയൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയ്യോടെ പോയിട്ട് അതൊക്കെ ഒന്ന് തേച്ച് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടുത്തെ കറണ്ടിൻ്റെ കാര്യം ഒന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ കറണ്ട് ഉള്ള സമയത്ത് അങ്ങ് തേച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇത് പപ്പാൻ്റെ കുറച്ച് ഷർട്ടും മുണ്ടൊക്കെയാണ് കേട്ടോ. ഞാൻ പൊതുവേ എൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ തേക്കണ്ടാത്ത ടൈപ്പ് നോക്കിയിട്ടാണ് കേട്ടോ കൂടുതലും വാങ്ങാറുള്ളത്. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു അലക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അയൺ ചെയ്യാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം നന്നായിട്ട് ചുക്കി ചുളുങ്ങിയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും അത് കൈയോടെ അങ്ങ് തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ അയൺ ബോക്സിന് ഇപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. കാരണം ഇടയ്ക്ക് 2 കൊട്ടൊക്കെ കൊടുത്താലാണ് ഇതിന് കറക്റ്റായിട്ട് ചൂട് വരുന്നുള്ളൂ. എന്തോ ഒരു കുഴപ്പമുണ്ട്. ചില സമയത്ത് എത്ര ഇട്ടെങ്കിൽ ആക്കിയിട്ടുണ്ടെങ്കിലും തുണീൻ്റെ ചുളുക്കൊന്നും പോവില്ല കേട്ടോ. അപ്പം 2 കൊട്ട് കൊടുത്ത് കഴിയുമ്പോൾ അത് ശരിയാവും. പിന്നെയും അതേപോലെ തന്നെ ചൂട് പോകും. ഇടയ്ക്ക് പിന്നെ 2 കൊട്ട് കൊടുക്കണം. അങ്ങനെയാണ്, എന്തോ കാര്യമായിട്ട് അതിന് പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് വീഡിയോൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ മെയിനായിട്ട് 1-2 ഇൻവോയ്സ് അയക്കാനുണ്ട്. അപ്പോൾ അതെന്തായാലും ഇന്ന് തന്നെ അയക്കണം, അത് കുറച്ച് അർജൻറ്റാണ്. കാരണം ഇൻവോയ്സ് കറക്റ്റായിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താലാണ് പേയ്മെൻറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനി ഡിലേ ആക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോട്ട്സൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീഡിയോൻ്റെ സ്ക്രിപ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കണമായിരുന്നു ഒരു വീഡിയോൻ്റെ. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പേന കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി വരച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. കയ്യിലോ കാലിലോ പേപ്പറിലോ ഒക്കെ എന്തെങ്കിലും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം കേട്ടോ. അതെനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ദുശീലമാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡെസ്കിൽ ബെഞ്ചിലൊക്കെ ഇങ്ങനെ കറവറ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുമായിരുന്നു. ഞാൻ കാലയിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ എൻ്റെ പേരൊക്കെ എഴുതി അങ്ങനെ കണ്ടപ്പം ഒരു സമാധാനം, ഒരു മനസ്സുഖം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ കൊണ്ടുവച്ച് ഈ തടി കഷ്ടത്തിലൊക്കെ നിറയെ ചെതിൽ കയറാനായിട്ട് തുടങ്ങിയിട്ട് ഇതൊക്കെ ഉണങ്ങി കഴിയുമ്പം കൊത്തി കയറാതെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഉണങ്ങുന്നതിന് മുന്നേ ചെതിൽ ഈ നമ്മുടെ തടി കഷ്ണങ്ങളൊക്കെ കൈയടക്കി. അപ്പോൾ ഞാൻ ഈ പുറ്റൊക്കെ പൊളിച്ച് നോക്കിയപ്പോൾ ചെതിലൊക്കെ നിറയെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൊത്തി കയറാനായിട്ടൊരു കോഴാലി പണിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും ഇന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കൊത്തിക്കീറിയെല്ലാം അടുക്കി വെക്കാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തടി കഷ്ണത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പൂച്ചയൊക്കെ കയറി കിടക്കുന്നുണ്ട്. പിന്നെ ഈ തറയിലും ഈ തണുപ്പുള്ള സ്ഥലം നോക്കിയിട്ടാണ് അവരിങ്ങനെ കിടക്കുന്നത് കേട്ടോ. അവർക്ക് ഈ ചൂടൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പരവേശമല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ മണ്ണിലൊക്കെ കുറച്ച് നനവൊക്കെയുള്ള സ്ഥലത്ത് പോയിട്ടാണ് അവർ കിടക്കുന്നത്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ ചോറ് തിന്നാനായിട്ട്. ചക്കക്കുരുവും ചിലുമ്പയ്ക്കും ഇട്ട് ചാറ് വെച്ചതും പിന്നെ വാഴച്ചുണ്ട് തോരനും പിന്നെ എന്താണ് മീൻ കറി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ പോയിട്ട് കോഴീനെ തുറന്നു വിടാമെന്ന് വിചാരിച്ചു. കാരണം അവർ ഈ വെയിലത്ത് ഈ കൂടിൻ്റെ അകത്ത് തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ.
വെയിൽ കാരണമാണെങ്കിൽ കണ്ണു തുറന്ന് മര്യാദയ്ക്കൊന്ന് നോക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ കോഴീനെ തുറന്നു വിട്ടപ്പോഴത്തേനും മോളിൽ നിന്ന് ഒരാൾ ഓടി വരുന്നത് കണ്ടോ. ഈ പൂവൻ കോഴി ഉണ്ടല്ലോ, അത് നമ്മുടെ അല്ല കേട്ടോ, അത് അടുത്ത വീട്ടിലെ കോഴിയാണ്. അവർ രാവിലെ തുറന്ന് വിട്ട പാടെ ഇവൻ ഇങ്ങോട്ട് വരും. പിന്നെ വൈകുന്നേരം കൂട്ടിൽ കയറുന്ന സമയമാകുമ്പോഴാണ് കേട്ടോ തിരിച്ചു പോകുള്ളൂ. അപ്പം നമ്മുടെ കോഴികളെ തുറന്നു വിടാനായിട്ട് അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർ കൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന കണ്ട പാടെ ഓടിച്ചാടി വന്നതാണ്. ഇവനുണ്ടല്ലോ നമ്മുടെ കോഴികളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോയിട്ട്, ഇപ്പം കൂട്ടിൽ മുട്ടയിട്ടുകൊണ്ടിരുന്ന കോഴികളൊക്കെ ഉണ്ടല്ലോ വേറെ എവിടേക്കോ പോയിട്ടാണ് മുട്ടയിടുന്നത്. അങ്ങനെ ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഐസ്ക്രീം കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതാണ് കേട്ടോ. ഞാനിങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തപ്പോഴാണ് എനിക്ക് ഓറഞ്ച് ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഐസ്ക്രീം കഴിക്കണ്ടെന്ന് വിചാരിച്ച് അത് തിരിച്ച് വെച്ചിട്ട് ഞാനൊരു ഓറഞ്ച് എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അത്രയും ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം തോലൊക്കെ പൊളിച്ച് കഴിച്ച് നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. സാധാരണ മേടിക്കുന്ന ഓറഞ്ചിനൊന്നും വലിയ മധുരം കാണാറില്ല, ചിലതിനൊക്കെ ഒടുക്കത്തെ പുളിയായിരിക്കും, പക്ഷേ ഇതിന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പം ഞാൻ അതൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ പുതിയ കോടാലിയൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കൊല്ലൻ്റെ അടുത്ത് നിന്ന് പണിയിപ്പിച്ച് ഇപ്പം കുറച്ച് മുമ്പേ കൊണ്ടുവച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാനത് എടുത്ത് ഇങ്ങനെ കനമുണ്ടോയെന്നൊക്കെ ഉള്ളത് എടുത്ത് നോക്കുകയാണ് കേട്ടോ. അമ്മ പറഞ്ഞത് ഭയങ്കര കനമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് പൊക്കി നോക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ എടുത്ത് പൊക്കി നോക്കി കനമുണ്ടോ, കൊത്തിക്കീറാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നോക്കുമായിരുന്നു. അത്യാവശ്യം നല്ല കനമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ പേപ്പർ കൊണ്ടൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് തന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് മുറിയൂലേ. അപ്പോൾ ഞാനത് പൊക്കി നോക്കുന്ന സമയത്ത് താഴെ ഒരാൾ വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു, നമ്മുടെ അപ്പുക്കുട്ടൻ, അപ്പൂസ് മോൻ. അപ്പോൾ ഞാൻ അവനെ എടുത്ത് കുറച്ച് നേരമൊക്കെ കൊഞ്ചിച്ചു. പക്ഷേ അവന് ഞാനിങ്ങനെ എടുക്കുന്നൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് താഴേക്ക് അവൻ ഇറങ്ങിപ്പോയി. പിന്നെ അമ്മ ഇവിടെ കുറച്ച് വിറകൊക്കെ വെട്ടി ഒടിക്കാനുണ്ടായിരുന്നതൊക്കെ ഇവിടെ വെട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അകത്തേക്ക് എടുത്തു കൊണ്ട് വെക്കണം. ഇത് ഇങ്ങനെ കൊത്തിക്കീറാനും മാത്രമുള്ള വിറകുകളൊന്നുമില്ല കേട്ടോ, ചെറിയ കഷ്ണങ്ങളാണ്. അതുകൊണ്ട് വെട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോടാലീൻ്റെ ഉദ്ഘാടനമൊക്കെ പയ്യെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ വെട്ടി ഒടിച്ച് വിറകൊക്കെ അകത്തേക്ക് കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അമ്മ അങ്ങനെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കഷ്ണങ്ങളാക്കി തന്നെ അവിടെ നിന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് അമ്മ കഴുകി ഒരു 4-5 കഷ്ണം എടുത്തിട്ട് മസാലയൊക്കെ പുരട്ടി വറക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇവിടെ കറിയൊക്കെ ഇങ്ങനെ അടുപ്പത്തിരുന്ന് തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് പോയിട്ട് ചായ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വലിയ കാര്യത്തിൽ കവറൊക്കെ കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് പാൽ ഒഴിച്ച പാടെ തുമ്മെന്ന് പറഞ്ഞ് കുറച്ച് പാൽ പുറത്തേക്ക് പോയി കേട്ടോ. അത് മൊത്തം ഇനി ഇരട്ടിപ്പണിയായി, അതൊക്കെ തുടച്ച് വൃത്തിയാക്കണം. വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ചായയൊക്കെ തിളച്ച് വന്നിട്ട് ഞാനിങ്ങനെ നമ്മൾ ചായക്കടയിലൊക്കെ ഇങ്ങനെ അടിച്ചെടുക്കുന്നത് പോലെ ഇങ്ങനെ നീട്ടി അടിക്കാനൊക്കെ നോക്കി. പക്ഷേ ഒരു ധൈര്യക്കുറവ് കാരണം ഞാൻ അധികം നീട്ടി അടിച്ചില്ല. കാരണം ഒരുപാട് നീട്ടി അടിച്ചിട്ട് ചായ മുഴുവൻ നിലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പണി കിട്ടും. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വൈകുന്നേരത്തെ ചായ കൂടിയും കൂടി കംപ്ലീറ്റ്ലി അങ്ങ് നിർത്തിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ രാവിലെ ചായ കുടിക്കാറില്ല കേട്ടോ, വൈകിട്ട് മാത്രമാണ് കുടിക്കാറുള്ളൂ. അപ്പോൾ വൈകുന്നേരത്തെയും കൂടി അങ്ങ് നിർത്തിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. കാരണം ഞാൻ പഞ്ചസാര ഇടാതെ ചായ കുടിക്കില്ല കേട്ടോ. അപ്പോൾ അത്രയും പഞ്ചസാര ഉള്ളിലേക്ക് ചെല്ലുന്നത് നല്ലതല്ലല്ലോ. അപ്പം ചായ കൂടി നിർത്തുവാണെങ്കിൽ പിന്നെ ആ ഒരു കുഴപ്പമില്ല, ഞാനങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാത്രിയായപ്പോൾ പോയി കുളിച്ച് അലക്കി പിന്നെ ചെടി നനയ്ക്കുന്ന കാര്യം ആ ഒരു സമയത്താണ് കേട്ടോ ഓർത്തത്. അപ്പോൾ ഈ ചെടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. അതുവരേക്കും ബൈ ബൈ.